ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ബീഫ് ഡ്രൈ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നമ്മുടെ റെസിപ്പീസ് വേൾഡ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് പ്രഷർ കുക്കറിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇത് ഫ്രൈ ചെയ്യുന്ന വിധമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പരന്ന പാൻ എടുത്ത് വയ്ക്കാം. അതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലിൽ ചെയ്താലും മതി. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് ചെറുതായി നുറുക്കിയ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 ചുവന്നുള്ളി ചെറുതായി നുറുക്കിയത്. അതുപോലെ തന്നെ ഇതിലേക്കൊരു 5-6 വെളുത്തുള്ളി അരിഞ്ഞതും 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. ചതച്ചതല്ല, നമ്മൾ അരിഞ്ഞതാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 പച്ചമുളക് അരിഞ്ഞതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഞാൻ ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ചതച്ച മുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ പൊടികളും പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. വഴറ്റി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒക്കെ കുറച്ചധികം ചേർക്കുകയാണെങ്കിൽ ബീഫിന് ടേസ്റ്റ് കൂടും. നമ്മുടെ പൊടികളെല്ലാം നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളമൊക്കെ വലിയുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പരന്ന പാത്രത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളമെല്ലാം വലിഞ്ഞു കിട്ടുന്നതാണ്. നമ്മുടെ ബീഫ് ഇവിടെ കളറെല്ലാം മാറി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ബീഫ് കളറ് മാറുന്നവരെ നല്ലതുപോലെ നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാടൻ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞാൻ വേറൊരു ബീഫ് ഡ്രൈ ഫ്രൈയുടെ ഒരു റെസിപ്പി കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണാൻ നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്ത എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ ബൈ ഫ്രം റെസിപ്പീസ് വേൾഡ്. താങ്ക് യു.